രമേ, നീ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറയണം. അത് തന്നെയാണ് എനിക്കും രമയോട് പറയാനുള്ളത്. മനുഷ്യന് മനസ്സിലാകുന്ന രീതി കാര്യങ്ങളൊന്നും പറ. ചില കാര്യങ്ങളും മനസ്സിലാക്കാൻ ഭാഷയൊന്നും ആവശ്യമില്ല. കുഞ്ഞോട് പറഞ്ഞാലും കാര്യമുണ്ട്. ഭാഷയ്ക്ക് മുമ്പ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നല്ലോ. അത് മാത്രമല്ല, ഈ നിൽക്കുന്ന സീതയ്ക്ക് ഏത് ഭാഷ അറിഞ്ഞിട്ട് എന്താ കാര്യം? എങ്കിലും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കുന്നുണ്ടല്ലോ. ഇവിടെ ഭാഷയെ സംബന്ധിക്കുന്ന സെമിനാർ ചർച്ചയൊന്നും അല്ല നടക്കുന്നത്. രമ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറ. അറിയാതെ വേണ്ട. എന്താ പ്രശ്നം? നിനക്ക് കുട്ടിക്കാലത്ത് മിന്നാമിനിങ്ങിനെ വലിയ ഇഷ്ടമായിരുന്നു. രാത്രി മിന്നാമിനിങ് മിന്നി മിന്നി പറക്കുമ്പോ മോൻ ചോദിക്കുമായിരുന്നു, അത് കുഞ്ഞു നക്ഷത്രം ഭൂമിയിലേക്ക് വന്നതാണോന്ന്. അപ്പോ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ അത് ആകാശത്തെ കുഞ്ഞു നക്ഷത്രം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണെന്ന് തന്നെ പറയും. പക്ഷേ അമ്മയ്ക്ക് യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ. സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു പകലിൽ അമ്മ ഒരു മിന്നാമിനിങ്ങിനെ പിടിച്ച് എന്റെ മോന് കാണിച്ചു തന്നു. അതുവരെ കുഞ്ഞു നക്ഷത്രമാണെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന മോന് അത് വെറും ഒരു കുഞ്ഞു വണ്ടാണെന്ന് മനസ്സിലായി. യാഥാർത്ഥ്യം മനസ്സിലാക്കി വേണം ജീവിക്കാൻ. അതെന്താ കുഞ്ഞോളെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കഥ പറയാൻ? വേറൊന്നുമല്ല ഭദ്രേട്ട, കൂട്ടത്തിൽ ആട്ടിൻ തോലിട്ട ചെന്നായ ഉണ്ടോന്നൊന്ന് അറിയണം.